RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷ സ്വാഗതം. അപ്പോ ലാ ലീഗിൽ റയൽ മഡ്രിഡ് വെട്ടിക്കെട്ട് ഇപ്പോ ന്യൂ ഇയറിന്റെ വെട്ടിക്കെട്ടൊക്കെ അവർ തീർത്ത് ഇന്നലെ രാത്രിയാണ്. എമ്മാതിരി പെർഫോമൻസ് റയൽ ബെറ്റിസിനെതിരെ നടത്തിയത്. 5-1 വിജയമാണ് റയൽ മഡ്രിഡ് നേടിയത്. അതും എംബാപ്പെ ഇല്ലാതെ എന്ന് ഓർക്കണം. ഇതിനു മുമ്പ് ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോ എംബാപ്പെ നോ പെനാൾട്ടി നോ റയൽ മഡ്രിഡ് എന്ന് പറഞ്ഞു. ഇന്ന് നോ എംബാപ്പെ നോ പ്രോബ്ലം. എമ്മാതിരി കളിയല്ലായിരുന്നു കളിച്ചത്. റയൽ ബെറ്റീസിനെ പോലെ ഒരു ടീമിൻ്റെ റയൽ ബെറ്റീസിന് ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്വാർട്ടറിയും ഗോൾ പോസ്റ്റും ഇവരായിരുന്നു വില്ലനായിട്ടുണ്ടായിരുന്നത്. അതേപോലെ റയലിന്റെ ഡിഫൻസും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ഗാർസിയമാരുടെ കളിയായിരുന്നു. 3 ഗോൾ ഹാട്രിക് അടിച്ച കോൺസാലോ ഗ്രാസിയയും അതേപോലെ ഫാൻ ഗ്രാസിയ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാസിയമാരായിരുന്നു തളിക്കുന്നത്. 4 ഗോളുകൾ അവരുടെ വകയിൽ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഒരു ഗോൾ വന്ന് അടിച്ചത് അസെൻസിയോ, ഡിഫൻഡർ ആയിട്ടുള്ള അസെൻസിയോ. ഈ ചങ്ങായിയൊക്കെയാണ് ഈ സാവി പുറത്തിരുന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. എന്താ പറയുക, ക്ലബ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് ഈ ചങ്ങായിനെ എത്രയോ ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രമേ കളിപ്പിച്ചിട്ടുള്ളൂ. ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ ചങ്ങായി ഹാട്രിക് അടിച്ചിട്ടാണ്. അതും ഒന്ന് ബാക്ക് ഹീലുണ്ട്, ഒന്ന് ഹെഡർ, ഒന്ന് ലെഫ്റ്റ് ഫുട്ട്, അങ്ങനെ അടിച്ച് തകർത്തിരിക്കുകയാണ്. എന്താന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ വിനീഷ്യസും റോഡ്രി ഒന്നും ഗോൾ സ്കോർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഓക്കെയാണ്. പക്ഷെ നല്ല പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചത്. റയൽ ബെറ്റീസ് നന്നായി പൊരുതി നോക്കി, പക്ഷേ ഗോൾ സ്കോർ ചെയ്യാൻ മാത്രം അവർക്ക് കഴിഞ്ഞില്ല. എന്താ പറഞ്ഞാൽ കോർട്ട് വേണം അവിടെ ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്നത്. അതൊന്ന് പിന്നെ ബോക്സിലേക്ക് 1-2 ടാർജറ്റ് 1-2 ബോക്സിൽ കൊണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സാബി അലോൺസോക്കെതിരെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് റയൽ മഡ്രിഡ് ഫാൻസുകാർക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. എന്താണ് സാബി അലോൺസോ, വിനീഷ്യസും റോഡ്രിയൊക്കെ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല്, സാബിയുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ക്ലബ്ബ് അതേപോലെ തന്നെ പ്ലേയേഴ്സിനൊന്നും വിലയില്ലാതെ കാണുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പോ ഗോൺസാലോ ഗ്രാസിയ ഈ ചങ്ങായി ഇന്ന് ഹാട്രിക് അടിച്ചു. ഇതിനു മുമ്പ് ക്ലബ് വേൾഡ് കപ്പിൽ മിന്നും പ്രകടനമാണ് തീർച്ചയായും. അതേപോലെ ഫ്രണ്ട്ലി മാച്ച്, നമ്മൾ ഇപ്പോൾ സീസൺ തുടങ്ങുന്ന മുമ്പ് ഫ്രണ്ട്ലി മാച്ച് ഉണ്ട്, അതിൽ ഗംഭീര പ്രകടനം നടത്തിയിട്ട് പോലും ഈ ചങ്ങായിക്ക് തീരെ അവസരം കൊടുത്തിട്ടില്ല. അതുപോലെ എൻട്രിക്കിനെയൊക്കെ അവിടെ ഇരുത്തി ആ സീറ്റിന്റെ അവിടെ ഉണ്ട് തഴമ്പിച്ചു എന്ന് പറയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ കുറെ ആൾക്ക് ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള ആൾക്കാരിനെയൊക്കെയാണ് കളിപ്പിക്കുന്നത്. അതേപോലെ റോഡ്രിക്കൊക്കെ കണ്ടിന്യൂസ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾ ഫോമിലെത്തിയിരുന്നു. അപ്പൊ കുറെ കാലമായിട്ട് വിനീഷ്യസ് ഗോൾ അടിച്ചിട്ട് കുറെ കാലമായി, റോഡ്രി കുറെ കാലമായി ഗോൾ അടിച്ചിട്ട്, റോഡ്രി ഇടയിൽ 1-2 ഗോളൊക്കെ. പക്ഷെ റയൽ മഡ്രിഡിന് വേണ്ടി അവരുടെ പഴയ അഞ്ചലോട്ടിക്കും അതേപോലെ മുമ്പ് സിദാനൊക്കെ ഉള്ള സമയത്ത് ഉള്ള പെർഫോമൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇവരൊന്നും ഇത്ര മോശമായിട്ടില്ല, ഇത്ര മോശമായിട്ട് കളിച്ചിട്ടേ ഇല്ല റയൽ മഡ്രിഡിന്റെ ചരിത്രത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള പ്ലെയേഴ്സിന് അവസരം കൊടുക്കാതെ എപ്പോഴും ഒരു എംബാപ്പയെ നമ്പിട്ടിരിക്കുമ്പോൾ എംബാപ്പയെ പൂട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ. അങ്ങനെ കുറെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ആകെ ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിന് മുമ്പ് അവർ നന്നായി കളിച്ചു എന്ന് പറഞ്ഞത് എൽ ക്ലാസിക്കോയിലാണ് ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത്. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് നോക്കിയാലോ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ കളി കുറേ ദിവസം ഉണ്ടായിരുന്നില്ല ലാ ലീഗിൽ. അപ്പോൾ ലാ ലീഗ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടേബിളിലേക്ക് നോക്കി കഴിഞ്ഞാൽ 19 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 49 പോയിന്റുമായിട്ട് ബാഴ്സലോണയാണ് തലപ്പത്ത്. 16 മത്സരങ്ങൾ ജയിച്ചപ്പോൾ 1 സമനിലയും 2 തോൽവിയടക്കം 53 ഗോളുകൾ അടിച്ചപ്പോൾ 20 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള റയൽ മഡ്രിഡ് 19 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 14 വിജയവും 3 സമനിലയും 2 തോൽവിയടക്കം 45 പോയിന്റുമായിട്ട് 4 പോയിന്റിന്റെ വ്യത്യാസം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സമയത്ത് റയലായിരുന്നു കുറേ മുൻപിൽ, പിന്നെ ബാഴ്സലോണ കടന്ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. 41 ഗോളുകൾ അടിച്ചപ്പോൾ 17 ഗോളുകൾ വഴങ്ങിയിട്ട് 3-ാം സ്ഥാനത്തുള്ള വില്ലേറിലാണ്. വില്ലേറിൽ എന്താണോ ഇവർ കളി കൊടുക്കാത്തത്? 17 മത്സരങ്ങളേ ഉള്ളൂ, ഇനി 2 മത്സരങ്ങൾ കളിക്കാൻ അവർ പെൻഡിങ് ഉണ്ട്. അപ്പോഴേക്കും റയലിന്റെയും ബാഴ്സന്റെയും വീണ്ടും ഒരു കളി കഴിയാണ്. 12 വിജയവും 2 സമനിലയും 3 തോൽവിയടക്കം 38 പോയിന്റുമായിട്ട് അവര് 3-ാം സ്ഥാനത്തുള്ള 34 ഗോളുകൾ അടിച്ചപ്പോൾ 16 ഗോളുകൾ വഴങ്ങി. അത്ലറ്റിക്കോ മഡ്രിഡ് ഇന്നലെ സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 19 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു 11 വിജയവും 5 സമനിലയും 3 തോൽവിയടക്കം 38 പോയിന്റുമായിട്ട് 34 ഗോളുകൾ അടിച്ചപ്പോൾ 17 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ 5-ാം സ്ഥാനത്തുള്ള എസ്പാനോളായിട്ടുള്ള ഇന്നലത്തെ മത്സരം, നമുക്ക് മിനിഞ്ഞാന്ന് നടന്ന മത്സരം, ബാഴ്സലോണയുടെ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. കളിച്ചത് എസ്പാനിയോളാണ്, പക്ഷെ വിജയിച്ചത് ബാഴ്സലോണയാണ്. ഒരു ഗോളി വിചാരിച്ചാൽ ഒരു കളിയെ വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിന് 100% ഉത്തരം എന്ന് പറഞ്ഞാൽ ജോൺ ഗ്രാസിയ എന്ന് പറയുന്ന പഴയ എസ്പാനിയോൾ അവരുടെ തട്ടകത്തിൽ പോയിട്ട് അവരുടെ കൂക്കുവിളികൾക്കും അവരുടെ ആ ഒരു എലിയെ പിടിച്ചുള്ള ഫ്ലാഗുകൾക്കും അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ചങ്ങായി സംയമനം പാലിച്ചുകൊണ്ട് ഗോൾ 2 സ്കോർ ചെയ്തപ്പോഴും ആളൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ചുരുങ്ങിയ 6 സേവുകളാണ് ആൾ നടത്തിയിട്ടുണ്ടായത്, 4 ഡൈവിംഗ് സേവുകൾ അടക്കം. ക്ലീൻ ഷീറ്റ് നേടിയിട്ട് നെഞ്ഞും വിടർത്തിയിട്ടാണ് ആ കാണികൾക്കടിയിലൂടെ നടന്നു പോയത്.
കൂകി അവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചു എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സൈലന്റ് ആക്കി എസ്പാനിയോളിന്റെ ഗ്രൗണ്ടിൽ സൈലന്റ് ആക്കിയത് ഈ ചങ്ങയുടെ പ്രകടനം. എങ്ങനെയെങ്കിലും എസ്പാനിയോൾ ഒരു ഗോള് ഗ്രാസിയന്റെ ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് വലയിലേക്ക് നിറയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അവരുടെ പ്ലേയേഴ്സും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. അപ്പോ എസ്പാനിയോള് 33 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്തുള്ള 18 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 3 സമനിലയും 5 തോൽവി അടക്കം 22 ഗോളുകൾ അടിച്ചപ്പോൾ 19 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ഇന്നലെ എസ്പാനിയോള് ചുരുങ്ങിയത് ഒരു 3 ഗോളെങ്കിലും ബാഴ്സലോണയ്ക്കെതിരെ നിറയൊഴിക്കേണ്ടതായിരുന്നു. അവസാനം ഓൽമോലും ലെവൻഡോസ്കിയിലൂടെയാണ് അവർ വിജയം കണ്ടെത്തിയത്, ഗോൾ സ്കോർ ചെയ്തത്. ഫസ്റ്റ് ഹാഫിലൊക്കെ ഇങ്ങനെ നിറമങ്ങി. അത് ഈ ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ബാഴ്സലോണയ്ക്ക് തളത്തിലെത്താൻ വേണ്ടി കുറച്ച് ടൈം ഉണ്ടാവും. ആ സമയത്ത് പല ടീമുകളും കയറി അടിക്കലുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് ഇന്നലെ 2 ഗോളിന് കഴിച്ചില്ല എന്ന് പറയാം. അപ്പോൾ ഇതാവണം റയൽ മഡ്രിഡ്. ഓരോ ഹലാൽ മഡ്രിഡ് ഫാൻസും ആഗ്രഹിച്ച റയൽ മഡ്രിഡ് ഈ ഒരു കളിയാണ്. അവര് സാവിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇങ്ങനെ ഒരു പെർഫോമൻസ് ആണ്. 14 ഷോട്ടുകൾ എടുത്തപ്പോൾ 6 ഓൺ ടാർഗറ്റിലേക്കായി, അതിൽ 5 ഗോളായി എന്നുള്ള കാര്യമാണ്. അത് ഒന്ന് മനസ്സിലാക്കാനുണ്ട് അവരുടെ കളിയുടെ മികവ്. റയൽ ബെറ്റീസ് ആണെങ്കിൽ 7 ഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 3 ഓൺ ടാർഗറ്റിലേക്കാണ്, അതിലൊന്ന് ഗോളായി. ബാക്കി എന്തൊക്കെ സംഭവിച്ചെന്ന് കളി കണ്ടവർക്ക് മനസ്സിലാകാൻ പറ്റും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ബോളിൽ അതേപോലെ 2-3 കിടിലൻ ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. കോർട്ടോ ആണ് ഗോൾ കീപ്പർ, അതേപോലെ ഡിഫൻസ് നല്ല രീതിക്ക് ഇന്ന് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. 59% പൊസിഷനായിരുന്നു റയൽ മഡ്രിഡിന്റെ അടുത്തുണ്ടായിരുന്നു. 41% പൊസിഷനായിരുന്നു റയൽ ബെറ്റീസിനുണ്ടായിരുന്നു. 442 പാസുകൾ റയൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 279 പാസുകളാണ് റയൽ ബെറ്റീസ് കംപ്ലീറ്റ് ചെയ്തത്. 93% പൊസിഷൻ ഉണ്ടായിരുന്നു പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 85% പാസിംഗ് അക്യുറസിയാണ് റയൽ ബെറ്റീസിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. 11 ഫൗളുകൾ 2 ഭാഗത്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കാർഡ് 1 കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ റയൽ മഡ്രിഡ് 2 ഓഫ് സൈഡും, അതേപോലെ തന്നെ കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 4 കോർണേഴ്സ് റയൽ മഡ്രിഡ് വിൻ ചെയ്തപ്പോൾ 6 കോർണേഴ്സ് റയൽ ബെറ്റീസ് വിൻ ചെയ്തിട്ടുണ്ട്. അറ്റാക്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ 14 ഷോട്ട്, അതിൽ 6 ഓൺ ടാർഗറ്റിലേക്ക്, ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് വന്നത് 3. ബ്ലോക്ക് ചെയ്തത് 5 റയൽ മഡ്രിഡ് ബ്ലോക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒന്നും ഷൂട്ട് ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ കീപ്പർമാർ സേവ് ചെയ്തത് റയൽ മഡ്രിഡ് 1 സേവ് ചെയ്തപ്പോൾ അവിടെ 3 സേവ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ റയൽ മഡ്രിഡ് 17 നമ്മുടെ റയൽ ബെറ്റീസ് 17 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർസെപ്ഷൻ നോക്കുകയാണെങ്കിൽ റയൽ മഡ്രിഡ് 1 ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 6 ഇന്റർസെപ്ഷൻ ഉണ്ടായിരുന്നു. ബ്ലോക്സ് നോക്കുകയാണെങ്കിൽ റയൽ മഡ്രിഡ് 1, അതേപോലെ തന്നെ റയൽ ബെറ്റീസ് 4. അപ്പോൾ അവസാനത്തെ 5 മത്സരങ്ങളിൽ റയൽ മഡ്രിഡ് 1 വിജയവും റയൽ ബെറ്റീസ് 1 വിജയവും 2 സമനിലയാണ് ഉണ്ടായിരുന്നത് മൊത്തത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ റയൽ മഡ്രിഡിന് കഴിയാത്തൊന്നല്ല, അവർ വിചാരിച്ചാൽ കഴിയാത്തൊന്നല്ല. പക്ഷേ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പ്ലേയേഴ്സിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് മാനേജ്മെന്റും കോച്ചും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകല് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഈ സീസൺ കഴിഞ്ഞപ്പോൾ വിനീഷ്യസിന്റെ കാര്യം, റോഡ്രിഗോയുടെ കാര്യമൊക്കെ ഇപ്പോൾ പരിഗണില്ല. അതേപോലെ സിറ്റിയിൽ നിന്ന് ബെർണാർഡോ സിൽവനെയൊക്കെ കൊണ്ടുവരുന്നൊക്കെ പറയുന്ന റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്, അതൊക്കെ മറ്റു വിഷയങ്ങളാണ്. പക്ഷേ ക്ലബിൽ ഏത് പുതിയ പ്ലെയർ വന്നാലും കോച്ചുമായിട്ട് നല്ല രീതിക്ക് അല്ലെങ്കിൽ പിന്നെ കളി തകാന്നായിരിക്കും. അപ്പോൾ അതെന്താ സംഭവിക്കാന്ന് വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ട് ഈ സീസണിൽ ലാ ലീഗ് ടൈറ്റിൽ അടിക്കുക റയൽ മഡ്രിഡ്, അതോ ബാഴ്സലോണ വീണ്ടും ലാ ലീഗ് കപ്പിൽ മുത്തമിടുമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.